നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പോകെ പോകെ ഞാൻ ചിന്തിച്ചു തുടങ്ങി, എന്റെ കുഞ്ഞ്, ആ കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തിട്ടാ ഞാൻ അതിനെ വെറുക്കുന്നതെന്ന്. പതിയെ ഞാൻ എന്റെ കുഞ്ഞിനെ സ്നേഹിച്ചു തുടങ്ങി. എന്റെ കുഞ്ഞിനോടുള്ള സ്നേഹം രാജിയിലേക്ക് പടർന്നു തുടങ്ങി. അപ്പോഴാ ഞാൻ മനസ്സിലാക്കിയത്, സ്നേഹം എന്താണെന്നും അത് കിട്ടാനും നിലനിൽക്കാനും എങ്ങനെയും മാറി തുടങ്ങണമെന്നും. ഞാൻ മാറി. എനിക്കിപ്പോ നല്ല സമാധാനമുണ്ട്. സമാധാനത്തോടെ ചിന്തിക്കാം, പ്രവർത്തിക്കാം, ഉറങ്ങാം. ഇതൊക്കെയല്ലേ ജീവിതത്തിൽ വേണ്ടത്. അല്ലാതെ കുറെ പണം കണ്ട് കണ്ണ് മഞ്ഞളിച്ചിട്ട് എന്താ കാര്യം? എന്ത് നേട്ടം? പണം ഉണ്ടെങ്കിലേ എന്ത് നേടാൻ രാഹുലേ? നീയും മഹിയുടെ സ്വർണം മുഴുവൻ മോഷ്ടിച്ചോനല്ലേ? അതെ, മോഷ്ടിച്ചു. പക്ഷേ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും നേടിയോ? ഇല്ലല്ലോ. ആന്റി പറഞ്ഞതുപോലെ പണം കൊണ്ട് നേടാം. അത് പക്ഷേ സ്വന്തം അധ്വാനത്തിൽ നിന്നുള്ള പണം കൊണ്ടാവണം, അല്ലാതെ മറ്റുള്ളവരുടെ പണം കൊണ്ടാവരുത്. ഞാനീ പറയുന്നത് ഉപദേശമായിട്ടൊന്നും ആന്റി കണക്കാക്കണ്ട. പക്ഷെ ഇതൊരു അവസരമാണ് ആന്റിക്ക് നന്നാവാൻ. ഇനിയെങ്കിലും നന്നാവാൻ ശ്രമിക്കേ. നന്നാവണോ വേണ്ടോ എന്നേ ഞാൻ തീരുമാനിച്ചോളാം. മക്കള് ചെന്ന് ഫംഗ്ഷൻ അറേഞ്ച് ചെയ്യാം. ശരി. അല്ല, ശ്രേയ എവിടെ? എന്തിനാ? അവളെയും കൂടി ഉപദേശിച്ച് നന്നാക്കാനാണോ? ചോദിച്ചേ ഉള്ളൂ. ശരി, ഞാൻ പോവാ. ചെല്ല്. എനിക്കിത് എന്തിന്റെ കേടാ? ഒരു കാര്യമില്ലാതെ പോയവനെ പിടിച്ചു നിർത്തി ഉപദേശം കേൾക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? പോട്ടെ. അല്ല, ശ്രേയ പോയ കാര്യം എന്തായി കാണും? ഇത് മാളൂന് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണം. ഒരു മൂർത്തിയെ ആവാഹിച്ച പാവയാണിത്. ഇതിൽ നിന്നും ദുർമൂർത്തി മാളൂവിന്റെ ശരീരത്തിൽ കയറിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. അതൊക്കെ നടക്കും. നടക്കും. അതിനു വേണ്ടതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ദുർമൂർത്തി മാളൂവിന്റെ ശരീരത്തിൽ കയറിയാൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ദുർമൂർത്തി മാളൂവിനെ നിയന്ത്രിക്കും. പിന്നെ കൈലാസത്തിൽ നടക്കാൻ പോകുന്നത് പൂരമായിരിക്കും. സൂക്ഷിക്കണം. അതിന് ശ്രദ്ധിച്ചോളാം. ഈ പാവയിലൂടെ തന്നെ നമ്മൾ മാളുവിനോട് പകരം വീട്ടും. ഗംഗയും മാളും ഇതോടെ അവസാനിക്കും. ഗൗരിയുടെ കൂട്ടുപിടിച്ച് ഗംഗ നമ്മളോട് ചെയ്തതിനൊക്കെ ഞാൻ പകരം വീട്ടിയിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.